സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഒരു വാട്ടർ പ്യൂരിഫയറിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് RO വേണോ, UV വേണോ, അതൊരു വാട്ടർ അയോണൈസിംഗ് സിസ്റ്റം വേണോ? ഡൗട്ട് ഉണ്ടല്ലേ? നമുക്ക് കിട്ടുന്ന വെള്ളത്തിന്റെ സോഴ്സ് പലതരമായിരിക്കാം. ചിലയിടങ്ങളിൽ കിണർ വെള്ളമായിരിക്കാം, ചിലയിടങ്ങളിൽ ബോർവെൽ വാട്ടർ ആയിരിക്കാം, ചിലയിടങ്ങളിൽ പൈപ്പ് ലൈൻ കണക്ഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും വ്യത്യസ്തമാണ്. ചില വെള്ളത്തിൽ ബാക്ടീരിയയുടെ അംശം കൂടുതലായിരിക്കും, ചില വെള്ളത്തിൽ ഉപ്പിന്റെ അംശം കൂടുതലായിരിക്കും, ചില വെള്ളത്തിൽ ധാതുക്കളുടെ അളവ് കൂടുതലായിരിക്കാം. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു പാരാമീറ്റർ, എല്ലാ പാരാമീറ്റേഴ്സും അറിഞ്ഞിരിക്കണമെന്നില്ല. എന്നാൽ ഇതിൽ ചില പാരാമീറ്റേഴ്സ് അറിഞ്ഞിരുന്നാൽ വെള്ളം മൂലം ഉണ്ടാകുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പാരാമീറ്ററിൽ ആദ്യത്തേതാണ് TDS. ഇത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിന്റെയും കെമിക്കൽസിന്റെയും ഒരു കോമ്പിനേഷനാണ്. 300 വരെയുള്ള TDS ഉള്ള വെള്ളം ഡയറക്റ്റായി കുടിച്ചാൽ കുഴപ്പമില്ല. അടുത്തതാണ് വെള്ളത്തിന്റെ ഹാർഡ്നെസ്. വെള്ളത്തിൽ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യം കാർബണേറ്റിന്റെയും അളവ് കൂടുമ്പോഴാണ് വെള്ളത്തിന് ഹാർഡ്നെസ് കൂടുന്നത്. ഇത് ആരോഗ്യ പ്രശ്നത്തോടൊപ്പം സ്കിൻ ഇറിറ്റേഷനും മുടി കൊഴിച്ചിലും കാരണമായേക്കാം. വെള്ളത്തിൽ ഏറ്റവും അപകടകാരിയാണ് അയൺ കണ്ടന്റ്. വെള്ളത്തിൽ അയൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതേ കാറ്റഗറിയിൽ പെടുന്നതാണ് ലെഡ്, മെർക്കുറി, കാഡ്മിയം, ക്രോമിയം. അടുത്തതാണ് pH ലെവൽ. വെള്ളത്തിൽ കെമിക്കൽസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും മിനറൽസിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ pH ലെവലിൽ വ്യത്യാസമുണ്ടായേക്കാം. pH ലെവൽ കുറഞ്ഞ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഗുരുതരമായ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായേക്കാം. വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ആന്തരിക അവയവത്തെയും സ്കിന്നിനെയും ഒരേപോലെ ബാധിക്കും. ബാക്ടീരിയകളിൽ ഏറ്റവും അപകടകാരിയാണ് ഈക്കോളി കോളിഫോം ബാക്ടീരിയ. ഹ്യൂമൻ വേസ്റ്റിൽ നിന്നും ആനിമൽ വേസ്റ്റിൽ നിന്നുമാണ് ഈ ബാക്ടീരിയ വെള്ളത്തിൽ കലരുന്നത്. വെള്ളത്തിന്റെ പഴക്കം അല്ലെങ്കിൽ ORT. ഒരു പഴകിയ ഭക്ഷണം നമ്മുടെ ശരീരത്തെ എത്രത്തോളം ദോഷം ചെയ്യുന്നു അത്ര തന്നെ ഒരു പഴകിയ വെള്ളവും നമ്മുടെ ശരീരത്തെ ദോഷം ചെയ്യും. ഇതൊക്കെയാണ് ഓരോ വെള്ളത്തിൻ്റെയും പ്രശ്നങ്ങൾ. പക്ഷേ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രോപ്പർ വാട്ടർ ടെസ്റ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലത്തെ ഏതെങ്കിലും പ്രശ്നം വെള്ളത്തിനുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെള്ളം നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഈ പ്രോബ്ലങ്ങൾ സോൾവ് ആയാൽ മാത്രമേ ഈ ഒരു വെള്ളം സേഫ് സോണിൽ എത്തത്തുള്ളൂ. അതിനായിട്ട് പലതരത്തിലുള്ള ഫിൽട്രേഷൻ മീഡിയ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഏതൊക്കെ ഫിൽറ്റർ ഉപയോഗിച്ച് ഏതെല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള വ്യക്തമാക്കി.